എറണാകുളത്ത് 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞുവന്ന കേസിൽ അമ്മയുമായി തെളിവെടുത്തത് മൂഴിക്കുളം പാലത്തിലെത്തിച്ച്. കുട്ടി പീഡനത്തിനിരയായത് അറിഞ്ഞില്ല എന്ന് അമ്മയുടെ മൊഴി. ഭർത്തൃവീട്ടുകാർ കുട്ടിയിൽ അമിത താല്പര്യം കാണിച്ചത് അസ്വസ്ഥയാക്കി. ഭർത്താവ് 2ാം വിവാഹത്തിനൊരുങ്ങുന്നതായി വിവരം ലഭിച്ചു. തന്നെ ഒഴിവാക്കിയാൽ കുട്ടി എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയാണ് കൊലയ്ക്ക് കാരണമെന്നും അമ്മ. മുഖ്യമന്ത്രിയുടെ മകൾ പ്രതി ചേർക്കപ്പെട്ട മാസപ്പടി കേസിൽ SFIO കുറ്റപത്രത്തിലെ തുടർ നടപടിക്കുള്ള സ്റ്റേ 4 മാസത്തേക്ക് കൂടി നീട്ടി ഹൈക്കോടതി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് CMRൽ ഹർജിയിൽ. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പെൺകുട്ടിയും പ്രതി സുഗാന്തുമായുള്ള നിർണായക ചാറ്റ് വീണ്ടെടുത്തു. സുഗാന്ത് യുവതിയോട് ആത്മഹത്യാ തീയതി മുൻകൂട്ടി ചോദിച്ചു. ഓഗസ്റ്റ് 9 ആത്മഹത്യ ചെയ്യുമെന്ന യുവതിയുടെ മറുപടി. ടെലഗ്രാം ചാറ്റ് കണ്ടെടുത്തത് സുഗാന്തിന്റെ ഫോണിൽ നിന്ന്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കണ്ണൂരും കാസർഗോട്ടും നാളെ റെഡ് അലർട്ട്. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ സാധ്യത. കാലവർഷം 2 ദിവസത്തിനുള്ളിൽ കേരള തീരത്ത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരത്ത് 27 വരെ മത്സ്യബന്ധന നിരോധനം. KPCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാൻ ഹൈക്കമാൻഡിന്റെ കർശന നിർദ്ദേശം. മുതിർന്ന നേതാക്കളുടെ ആവശ്യം തള്ളി. മലപ്പുറം കൂരിയാട് ബൈപ്പാസ് തകരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കാറിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക്. സംസ്ഥാനത്ത് ദേശീയപാതകൾ തകർന്നതിൽ അടിയന്തര യോഗം വിളിച്ച് കേന്ദ്ര ഗതാഗത മന്ത്രി. ദേശീയ അതോറിറ്റിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതുവരെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. ദേശീയപാതയിലെ വിള്ളലുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിർദ്ദേശം വന്നിരിക്കുന്നു. ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. തിരുവനന്തപുരം മാർനല്ലൂരിൽ വൈദ്യുതി കമ്പിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് ജാർഖണ്ഡ് സ്വദേശിക്ക് ദാരുണാന്ത്യം. മരിച്ചത് രാധാനഗർ സ്വദേശി വിപ്ലവ് മണ്ഡൽ. KSEB പോസ്റ്റ് മാറുന്നതിനിടെ വൈദ്യുതി ബന്ധം ശരിയായി വിച്ഛേദിച്ചില്ല എന്ന ആരോപണം. റാപ്പർ വേടനെതിരെ NIAക്ക് പരാതി. പാട്ടിലൂടെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുവെന്ന ആരോപണം. പരാതി നൽകിയത് പാലക്കാട് നഗരസഭ BJP കൗൺസിലർ. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. പാലിയക്കരയിൽ 124 കിലോ കഞ്ചാവുമായി 4 പേർ പിടിയിൽ. പിടികൂടിയത് ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ കഞ്ചാവ്.